ഒരു സമൂഹത്തിൽ ഐക്യപ്പെട്ടു നിൽക്കുന്ന ഒരു ജനതയ്ക്ക് മാത്രമേ, സമൂഹമായി ഒരുമിച്ച് നിൽക്കുന്ന ഒരു സമൂഹത്തിന് മാത്രമേ രാഷ്ട്രീയ അധികാരം കൈയാടാൻ സാധിക്കുള്ളൂ എന്ന് നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അതിന് ഉദാഹരണമായിട്ട് കേരളത്തിൽ തന്നെ NSS ഉണ്ട്, SNDP ഉണ്ട്. അത് പട്ടിക വിഭാഗക്കാരുടെ രാഷ്ട്രീയ അധികാരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാവരും പറയുന്നതാണ്, അതുപോലെ സംഘടിച്ചാൽ നിങ്ങൾക്കും രാഷ്ട്രീയത്തിൽ കൃത്യമായിട്ട് ഇടപെടലുകൾ നടത്താൻ സാധിക്കുമെന്നുള്ളത്. പക്ഷേ അവിടെ ഒരു സാമൂഹിക വിപ്ലവം അല്ലെങ്കിൽ കുറച്ച് ജാതികളെ ഒന്നിച്ചു ചേർത്ത് അങ്ങനെയുള്ളൊരു സംഘടന ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് നായർ സമൂഹത്തിലെ പുരുഷന്മാർക്ക് രാത്രികാലങ്ങളിൽ ചൂറ്റുകട്ട തെളിയിച്ചുകൊണ്ട് ബ്രാഹ്മണരെ അല്ലെങ്കിൽ നമ്പൂതിരിമാരെ സ്വന്തം ഭാര്യയുടെ അടുത്തേക്ക് ഇല്ലെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് സംബന്ധം കൂടാനായിട്ട് ആനയിക്കേണ്ട ഒരു ഗതികേട്, ഒരു സമ്പ്രദായം നിലനിന്നിരുന്നു. അത് നിർത്തലാക്കിയത് മന്നത്ത് പത്മനാഭനാണ്. അപ്പോൾ അവിടെ ബ്രാഹ്മണനിൽ നിന്ന് ഇത്തരത്തിൽ വേർപ്പെടുന്ന ഒരു സാമൂഹിക വിപ്ലവം അവിടെ നടന്നിട്ടുണ്ട്. ഈ SNDPയുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരു ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിക്കുന്നത് ബ്രാഹ്മണർക്കെതിരായിട്ട്. അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തുകയും അവർക്ക് സ്വയം അറിയുക എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യമൊക്കെ കൊടുക്കുകയുണ്ടായി. കുമാരനാശൻ, അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള കുമാരനാശൻ ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്നാണ് വിശേഷിപ്പിച്ചത്. പക്ഷേ ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ച പ്രത്യയശാസ്ത്രവും ബ്രാഹ്മണർ മുന്നോട്ട് വെച്ച പ്രത്യയശാസ്ത്രവും തമ്മിൽ വലിയ അന്തരമില്ലാത്തതുകൊണ്ട് ഈസി ആയിട്ട് ഈഴവരെ ഹൈജാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അസിമുലേറ്റ് ചെയ്യാനോ ബ്രാഹ്മണർക്ക് സാധിച്ചിട്ടുണ്ട്. ഈ രണ്ട് കൂട്ടരും, നായന്മാരാണെങ്കിലും ഈഴവരാണെങ്കിലും, നായന്മാർ അവരുടെ ബ്രാഹ്മണൻ്റെ പ്രത്യയശാസ്ത്രത്തെയോ അമ്പലങ്ങളെയോ ആത്മീയതയെയോ ദൈവങ്ങളെയോ അവരുടെ അപ്രമാദിത്വത്തെയോ ഒന്നും ഇന്നും തള്ളിപ്പറയുന്നില്ല. ജനറ്റിക്കലി അവർക്ക് അതിൻ്റെ ഒരു സ്വഭാവം അല്ലെങ്കിൽ അവരുടെ അടുത്ത് നിൽക്കുന്ന ഒരു സംഭവത്തിലോട്ട് അവരുടെ തന്നെ ജനങ്ങളാണെന്ന് വിശ്വസിക്കുന്ന ഒരു സംഭവം ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ ആത്മാഭിമാനമുള്ള ഒരു നായരും അവരുടെ അപ്രമാദിത്വം അംഗീകരിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഈഴവരുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാലും ഇതേ അവസ്ഥ തന്നെയാണുള്ളത്. അവരും ഈ ബ്രാഹ്മണൻ്റെ പ്രത്യയശാസ്ത്രവും ഇതൊക്കെ അംഗീകരിച്ച് തന്നെയാണ് കഴിയുന്നത്. അപ്പോൾ ഈ രണ്ടു കൂട്ടർക്കും ഇതുകൊണ്ട് ലാഭം ഉണ്ടായിട്ടുണ്ട്. വിദ്യാഭ്യാസം, സമ്പത്ത്, രാഷ്ട്രീയത്തിലെ അധികാരം, അതൊക്കെ അവർക്കും ഈ രണ്ടു കൂട്ടർക്കും നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊരു ശ്രേണീകൃതമായിട്ടാണ് കിടക്കുന്നത്. അതായത് ഇപ്പോൾ രാഷ്ട്രീയത്തിലെ അധികാര സ്ഥാനങ്ങൾ നോക്കിക്കഴിഞ്ഞാലും ജോലികളെ സംബന്ധിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും പ്രിവിലേജിൻ്റെ കാര്യത്തിലാണ്. ദേവസ്വം ബോർഡ് പോലുള്ള ചില ഇടങ്ങളിലെ പ്രിവിലേജുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ജോലിയിലാണെങ്കിലും എല്ലാം തന്നെ നായന്മാർ ഈഴവരെക്കാൾ എത്രയോ മുൻപിലാണ് നിൽക്കുന്നത്. അതിനനുസരിച്ചിട്ട് ഇവർ പിന്നോട്ടും തന്നെയുണ്ട്. അതായത് ആ ഹിന്ദു മതത്തിൽ അകത്ത് കിടക്കുമ്പോൾ കുറച്ച് ജാതികളെ ഒന്നിച്ച് നിർത്തിയെങ്കിലും ആ ശ്രേണീകൃതമായിട്ടുള്ള സ്വഭാവം അതേപടി നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇനി കേരളത്തിൽ ആരാണ് ഏറ്റവും കൂടുതൽ മുസ്ലിം വിദ്വേഷം പരത്തുന്നത്? അത് ഈഴവനായിട്ടുള്ള SNDPയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനാണ്. ഇനി സുകുമാരൻ നായരെ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടും പിന്നോട്ടല്ല. അപ്പോൾ അവിടെ ഈ ബ്രാഹ്മണർ മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ അവരുടെ അജണ്ട അതേപോലെ അല്ലെങ്കിൽ അവരുടെ ആജ്ഞാനുവർത്തിയായിട്ട് പ്രവർത്തിക്കേണ്ടതായിട്ടും വരുന്നുണ്ട്. സ്വാഭാവികമാണ്. ഈ പട്ടിക വിഭാഗങ്ങളെ നമുക്ക് നോക്കിക്കഴിഞ്ഞാലും ഹിന്ദു അല്ലെങ്കിൽ ഈ ബ്രാഹ്മണർ എഴുതി വെച്ച അതേ നിയമങ്ങൾ പാലിക്കുന്ന ആളുകൾ തന്നെയാണ്. അവരുടെ അമ്പലങ്ങളെയും അവരുടെ ദൈവങ്ങളെയൊക്കെ നിശ്ചയിക്കുന്നത് ഇതേ നിയമപ്രകാരം തന്നെയാണ്. നാളെ ഒരു വേള അസ്പൃശ്യത, അതായത് അവർ ഫ്രിഡ്ജിൽ പൂട്ടി വെച്ചിരിക്കുന്ന ഹിന്ദു രാഷ്ട്രമൊക്കെ വരാൻ പോകണല്ലോ, തൊട്ടുകൂടായ്മ കൊണ്ടുവരണമെന്ന് അവർ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ നിയമം അംഗീകരിക്കാൻ അല്ലെങ്കിൽ അത് നടപ്പിലാക്കാൻ ഹിന്ദു മതത്തിനകത്ത് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം അവർ ബാധ്യസ്ഥരാണ്. ഇനി ഒരു വേള അവർക്ക് സംബന്ധമാണ് കൊണ്ടുവരാൻ ആഗ്രഹമെങ്കിൽ അത് അംഗീകരിക്കാൻ നായന്മാരും
ബാധ്യസ്ഥനാണ്.